ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഇത് 2 മാർക്സ് ആയിട്ടും 1 മാർക്കായിട്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് 5 മാർക്കിന് വന്നാലും അതേപോലെ തന്നെ 2 മാർക്കിന് വന്നാലും 1 മാർക്കിന് വന്നാലും എഴുതാൻ പറ്റുന്ന രീതിക്കുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമ്മുടെ അഡ്മിഷൻ ബാച്ചിൻ്റെ കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ചേരാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാം. അതായത് നമുക്ക് ടൈം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട്, ഇതുവരെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അറിയില്ല, ബുക്ക് തുറന്ന് നോക്കിയിട്ടില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബാച്ചാണ്. അതിൽ വരുന്നത് അരമണിക്കൂറിൻ്റെ ഒരു വീഡിയോയും പിന്നെ അതേപോലെ 5 പേജിൻ്റെ ഏറ്റവും ഷോർട്ടാക്കിയിട്ട് ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള PDF ആക്കിയിട്ടുള്ള ഒരു 5 പേജിൻ്റെ ഒരു PDF-ഉം പിന്നെ അതേപോലെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കീയും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അരമണിക്കൂർ നിങ്ങൾ ക്ലാസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് അരമണിക്കൂർ നിങ്ങളുടെ PDF പഠിക്കാൻ വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ 1 മണിക്കൂർ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പാസ് മാർക്ക് നിങ്ങളുടെ കയ്യിലെത്തുന്ന രീതിക്കുള്ള ഒരു സ്പെഷ്യൽ ബാച്ചാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തേക്കാം, അതിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. തിയറീസ് ഓഫ് ലാംഗ്വേജ് ഒറിജിൻ, അതായത് നമ്മുടെ ലാംഗ്വേജ്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എങ്ങനെയാണ് ഉത്ഭവിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ ഒറിജിൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് പല തിയറീസ് പറയുന്നുണ്ട്. ഈ തിയറീസിൽ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് ഇതെന്താണ്, ഇപ്പോൾ വാട്ട് ഈസ് ബോവോ തിയറി എന്ന് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വാട്ട് യു മീൻ ബൈ ഡിങ് ഡോങ് തിയറി, അങ്ങനെ ഓരോ തിയറി സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്സിനോ അല്ലെങ്കിൽ 1 മാർക്കിനോ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ തിയറീസ് ഓഫ് ലാംഗ്വേജ് ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. അപ്പോൾ നോക്കാം. ഫസ്റ്റ് തിയറി എന്താണ്? ബോവോ തിയറി. ബോവോ തിയറി എന്ന് പറയുന്നത് ലാംഗ്വേജ് തുടങ്ങിയിട്ടുള്ളത്, അതായത് ലാംഗ്വേജിൻ്റെ ഒറിജിൻ ഈ ഒരു നേച്ചുറൽ സൗണ്ട്സ് ഉണ്ടാവും. നമ്മൾ അതേപോലെ ഇങ്ങനെ പക്ഷികളുടെ ശബ്ദങ്ങൾ, പിന്നെ പക്ഷികളുടെ വിവിധ തരത്തിലുള്ള നോയ്സസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് നമ്മുടെ മനുഷ്യന്മാർ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിക്കുള്ള സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ലാംഗ്വേജ്, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിക്ക് ഉള്ളൊരു തിയറിയാണ് ഈ ബോവോ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോവോ തിയറിയിൽ മെയിനായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ട കീവേഡ്സ് ആണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബാങ് ആൻഡ് ഹിസ്, അതായത് നമ്മുടെ ഈ കിളികളുടെ ചെറിയ നോയ്സസ് ഉണ്ടാവും. അതേപോലെ ഈ പല ഓർഗാനിസംസിൻ്റെ ഇങ്ങനെ ചെറിയ നോയ്സസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് മനുഷ്യന്മാർ അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ കാണുന്ന ഭാഷ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്ന തിയറിയാണ് ബോവോ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിങ് ഡോങ് തിയറി. ഡിങ് ഡോങ് തിയറി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്പീച്ച്, അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അല്ലാന്നുണ്ടെങ്കിൽ സ്പീച്ച് ഉണ്ടായിട്ടുള്ളത് നേച്ചറിൻ്റെ, അതായത് പ്രകൃതിയുടെ ഒരു താളത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു റിതമിനനുസരിച്ചിട്ടാണ് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അതായത് ചില രീതിക്കുള്ള സെൻസറി ഇംപ്രഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു ബെല്ല്, ഇപ്പോൾ ഒരു കാറ്റിൽ ഇങ്ങനെ ആടുകയാണ്, അല്ലെങ്കിൽ കാറ്റിൽ ഇങ്ങനെ ഇലകളുടെ സൗണ്ട്, അതേപോലെ ഓരോ ജീവികൾ ഇങ്ങനെ ഇളകുന്നത്, അല്ലെങ്കിൽ ജീവികളുടെ ആ ഒരു മൂവ്മെൻറ്റ്, അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ ബേസ് ചെയ്തിട്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടാണ് ഈ ഒരു സ്പീച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിക്കാണ് ഡിങ് ഡോങ് തിയറിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡിങ് ഡോങ് തിയറി എന്താണെന്നുള്ളതും ബോവോ തിയറി എന്താണെന്നുള്ളതും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്, നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി പൂപ്പൂ തിയറി. പൂപ്പൂ തിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എന്തെങ്കിലും ഒരു ഷോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ അല്ലെങ്കിൽ എന്നുള്ള സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കര, നമുക്കിപ്പോൾ എവിടെയെങ്കിലും വേദനിക്കുന്ന സമയത്ത് നമ്മൾ എന്ന് പറയുന്ന ആ ഒരു സൗണ്ടൊക്കെ ഇല്ലാവില്ലേ, അതിൽ നിന്നൊക്കെയാണ് ഈ ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള രീതിക്ക്, ഇൻസ്റ്റിങ്ക്റ്റീവ് ഇമോഷണൽ ക്രൈസിൽ നിന്ന്, അല്ലെങ്കിൽ പെയിന്, വേദന എടുത്തതിൽ നിന്ന്, അതേപോലെ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ വാക്കുകളിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാതെ എന്നുള്ള രീതിക്കൊക്കെ നമ്മളിങ്ങനെ ഓരോരോ സൗണ്ട്സിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ഈ ഒരു ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന തിയറിയാണ് പൂപ്പൂ തിയറി എന്ന് പറയുന്നത്. ഇനി യോഹിഹോ തിയറി എന്ന് പറയുന്നത് നമ്മൾ ഈ വർക്കേഴ്സ്, അതായത് ഈ സിനിമകളിലും അതേപോലെ ഈ ലോഡ് കയറ്റുമ്പോഴൊക്കെ പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ഓഹോയ് എന്ന് പറഞ്ഞിങ്ങനെ എന്ത് ചെയ്യും, ലോഡ് കയറ്റും. അവർക്കൊരു താളം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്ന് എൻ്റർടൈൻമെൻറ്റിനായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു താളം കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഓഹോയ് എന്ന് പറഞ്ഞിങ്ങനെ പോവില്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ റിതമിക് ചാൻസ് ഓഫ് ഗ്രൂപ്പ്സ് വർക്കിംഗ് ടുഗെദർ എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പ്സ് ആയിട്ട് ഒരു കൂട്ടം ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ
പറയുന്നതായിട്ടുള്ള ആ ഒരു സൗണ്ട് റിതമിക് ചാൻസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ആ ഒരു സൗണ്ടിൽ നിന്നാണ് ഭയങ്കര ഫിസിക്കലായിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ലോഡ് കയറ്റുക അല്ലെങ്കിൽ മരത്തടി കൊണ്ടുപോകുക, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും സിനിമകളിലൊക്കെ. അപ്പോൾ അതൊക്കെയാണ്, അതിൽ നിന്നാണ് ഈ ഒരു ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തത് എന്ന് പറയുന്ന തിയറിയാണ് യോഹിഹോ തിയറി എന്ന് പറയുന്നത്. ഇനി ജസ്റ്റർ തിയറി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഫിസിക്കൽ സൈൻസ് ഒക്കെ ഉണ്ടാവും, അതായത് ചെറിയ ചെറിയ ജസ്റ്റേഴ്സ് ഉണ്ടാവും, നമ്മളിങ്ങനെ പുറത്ത് ഇങ്ങനെ തട്ടുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തലോടുന്നതോ അങ്ങനെയായിട്ടുള്ള ഫിസിക്കൽ ജസ്റ്റേഴ്സിൽ നിന്ന് അത് നമ്മുടെ ലിപ്സിലേക്കും ടങ്കിലേക്കൊക്കെ ആ ഒരു മൂവ്മെൻറ്റ് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ജസ്റ്റർ തിയറിയിൽ പറയുന്നത് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഈ എല്ലാ തിയറിയും ഇതിൽ നിന്നാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തത്, ഇതിൽ നിന്നാണ് ലാംഗ്വേജ് ഉറവെടുത്തത് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ എല്ലാ തിയറിയിലും നമുക്ക് കോമൺ പോയിന്റ് ആയിട്ട് എഴുതി വയ്ക്കാവുന്നതാണ്, ഇതിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിക്കാണ് പറയണത് എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാനും 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്തേക്കാം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കമൻറ്റ് ഇട്ടേക്കുക. ക്ലാസ് എങ്ങനെയുണ്ട് എന്നുള്ളതും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഇങ്ങനൊരു ക്ലാസ് നടക്കുന്നുണ്ട്, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും പാസ്സാവാനുള്ള ഒരു മാർക്ക് കിട്ടുമെന്നുള്ളതും നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക്